ഇന്നത്തെ അതിഥി മിസ്റ്റർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. കേരളീയർക്ക് മാത്രമല്ല ഭാരതീയർക്കും ഒരു മുഖവര ആവശ്യമില്ലാത്ത മഹൽ വ്യക്തി. സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ, സമൂഹത്തിലെ നീതി നിഷേധത്തിനെതിരെ ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും ശക്തിയായി പ്രതികരിക്കുന്ന ഒരു നിയമജ്ഞനാണ് അദ്ദേഹം. വളരെ ഏറെ ശ്രമങ്ങൾ പലരും നടത്തിയിട്ടും നമ്മുടെ നാട്ടിൽ ഇന്ന് അഴിമതി വർദ്ധിക്കുന്നു, മറ്റു സാമൂഹ്യ അനാചാരങ്ങൾ വർദ്ധിക്കുന്നു. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നു? മോചനം ഉണ്ടാവില്ല എന്ന് പറയാൻ എളുപ്പമാണ്. കാരണം നമ്മളുടെ ഇന്നത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അഴിമതികൾ വ്യാപിക്കുന്നു, വർദ്ധിക്കുന്നു, സമൂഹത്തെ വിഴുങ്ങുന്നു. നിശ്ചയമായും അതുകൊണ്ടുള്ളതായ നമ്മുടെ ചിന്താഗതി നിരാശാജനകമായിരിക്കും എന്നുള്ളതിന് തർക്കമില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ചതായ ചോദ്യത്തിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. വാട്ട് ഈസ് ഇന്ത്യ എന്ന് ഞാൻ പലവരെയും പറയാറുണ്ട്. എങ്ങോട്ട് പോകുന്നു നമ്മുടെ നാട്? ഇതിനൊരു രക്ഷയില്ലേ? നമ്മൾ ഒന്നാന്തരം ഭരണഘടന എഴുതി. ഭരണഘടനയിലെ ആമുഖം മാത്രം വായിച്ചാൽ നമുക്ക് തോന്നും സ്വർഗരാജ്യം ഭാരതത്തിൽ ഇറങ്ങി വന്നു എന്ന്. അനുഭവം വെച്ച് നോക്കിയാൽ 1947 ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി കരാറ്, ജനങ്ങളുടെ കരാർ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ കരാർ ചെയ്യുന്നു ഭാവിയോട് എന്ന് പറയുന്നതായ അത് എവിടെ പോയി? ആ ട്വിസ്റ്റ് എവിടെ പോയി എന്നുള്ളതായ ചോദ്യം തുറച്ചു നിൽക്കുന്നു നമ്മുടെ മുമ്പാകെ. അങ്ങ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ആ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അവസരത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, നേതൃത്വത്തിന് ഇങ്ങനെ ഒരു ആദർശരാഹിത്യം സംഭവിക്കുമെന്ന് അന്ന് ഭയപ്പെടുകയോ സംശയിക്കുകയോ ചെയ്തിരുന്നു? ഇല്ല. ഞാൻ പരമാർത്ഥം പറയുകയാണെങ്കിൽ നേരെ വിപരീതമായി നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ജനങ്ങളുടെ സർവ്വവിധത്തിലുള്ളതായ പാർട്ടിസിപ്പേഷൻ, അവർ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങളിൽ കൂടി ഒരു ജനാധിപത്യ രാഷ്ട്രം നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും എന്നായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. ജനങ്ങൾ എന്നുള്ളതായ ആ വാക്ക് പിന്നീട് ഞാൻ കേട്ടത് പ്രത്യേകമാണത്, ആശ്ചര്യജനകമാണത്. രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്തി രാജിന് വേണ്ടിയിട്ട് ബില്ല് അവതരിപ്പിച്ചപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞത് പവർ ടു ദ പീപ്പിൾ എന്ന്. ലെനിൻ പറഞ്ഞിരിക്കുന്നു പവർ ടു ദ പീപ്പിൾ. നമ്മുടെ നാട്ടിൽ ലെനിൻ്റെയും മാർക്സിൻ്റെയും പിൻഗാമികളായിട്ടുള്ളതായ അനവധികളൊന്നും പവർ ടു ദ പീപ്പിൾ എന്നുള്ളതായ ഒരു മുദ്രാവാക്യം പോലും ഉച്ചരിച്ചതായി കാണാൻ പ്രയാസമായിരിക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടത് ഉദാഹരണമായി പറയുകയാണ് ജെ പി നാരായണൻ. ജെ പി നാരായണൻ ആരായിരുന്നു? എത്രയോ അയാളുടെ പിന്നാലെ നാരാളുണ്ടാവാത്തതായ കാലം ഉണ്ടായിട്ടുണ്ട്. സോഷ്യലിസ്റ്റാണ് എന്ന് പറയുന്നു. ഒറ്റപ്പെട്ട നേതാവായി അങ്ങനെ നടക്കുകയായിരുന്നു. ഒരു ഇൻ്റലക്ച്വൽ വിത്തൗട്ട് എ ഫോളോവിങ്. പക്ഷേ എ ലെഫ്റ്റിസ്റ്റ്, എ സോഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ, എമർജൻസി വന്നപ്പോൾ, ജെ പി നാരായണൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രസ്ഥാനമുണ്ടായി എന്ന് മാത്രമല്ല, അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായി വിധിച്ചതായ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിൽ 2-3 തവണ പോയി നിന്നിരിക്കുന്നു. അനവധി ആളുകൾ വന്ന് കേട്ടിരിക്കുന്നു. അതിൽ നിന്ന് എന്ന് മാത്രമല്ല, അത് തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അമ്പയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ജനങ്ങൾ മുന്നോട്ട് വന്നു. അന്ന് കക്ഷിഭേദമില്ല, എല്ലാവരും വന്നു. അങ്ങനെ ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിന് ജയപ്രകാശ് നേതൃത്വം നൽകിയതുപോലെ ആരെങ്കിലും ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഒരു നേതൃത്വം നൽകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കും? പ്രയാസം. എന്താണ് അതിൻ്റെ കാരണം? ഈ അമേരിക്കൻ സ്വാധീനം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, വാസ്തവത്തിൽ കോർപ്പറേറ്റ് അമേരിക്ക, വൈറ്റ് ഹൗസ് അമേരിക്ക, അവരുടെ സ്വാധീനമാണ്. എൻ്റെ മകൻ ഒരു റിപ്പബ്ലിക്കനെ അങ്ങനത്തെ എതിർക്കുന്ന ഒരു മകനായ അമേരിക്കൻ സിറ്റിസനാണ്. അയാൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനാണ്. അവർക്കും മറ്റൊക്കെ നിരാശയായിട്ടാണ് അവർ പലതവണയും സംസാരിക്കാറ്. ഇവനെ പിന്നെയും തിരഞ്ഞെടുത്തുവല്ലോ എന്നുള്ളതായ ഒക്കെ മതി. അമ്മാതിരി നമ്മുടെ നാട്ടിൽ ഈ അമേരിക്കൻ ഇൻഫ്ലുവൻസും
വേൾഡ് ബാങ്കിൻ്റെയും IMFിൻ്റെയും കോർപ്പറേറ്റ് പവറുടെയും ആ സ്വാധീനം കൊണ്ട് ഇത് രണ്ടാമത് ഒരു കോളനിയായി മാറിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി 1947 കൊണ്ടുവന്നതായ പൂർണ്ണ സ്വരാജ്, പ്രതീക്ഷ പൂർണ്ണ സ്വരാജ് എന്നായിരുന്നത് പാടെ നശിച്ചുപോയത് 1991 ഈ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷനോടുകൂടി പെട്ടെന്ന് അവിടെ വന്നതായ നരസിംഹറാവു ആയിരുന്നു. നല്ല മനുഷ്യൻ, വളരെ പണ്ഡിതൻ, അയാൾക്ക് പാരമ്പര്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പ്രധാനമന്ത്രിയുടെ സ്ഥാനം കിട്ടുമ്പോഴേക്ക് അമേരിക്കയുടെ വായിൽപ്പെട്ട് അങ്ങനെ കുഴങ്ങി. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, അദ്ദേഹത്തിന് ഒരു പുസ്തകത്തിന് വേണ്ടി ഫോർവേഡ് എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നരസിംഹറാവു, നിങ്ങളും ഞാനും വലിയ ചങ്ങാതിമാരാണ്. നിങ്ങൾ ചെയ്തതായ പരമമായ ബ്ലണ്ടർ, അക്രമം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ഈ IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും വായിൽപ്പെട്ട് തന്നെ കഴിക്കുന്നത്. അവരല്ലേ ഇപ്പോൾ പറയുന്നത് ഡീവാല്യുവേഷൻ ഓഫ് ദ റുപ്പി ആൻഡ് ഡീവാല്യുവേഷൻ ഓഫ് ദ ഇന്ത്യൻ. ഇത് രണ്ടും നിങ്ങൾ ചെയ്തില്ലേ? കൃഷ്ണയ്യർ, ഇത് പറയാനും കൂടി ആളെ കിട്ടുന്നില്ല, നിങ്ങളെങ്കിലും പറയൂ. ഏത് പ്രധാനമന്ത്രി ഇത് കൊണ്ടുവന്നതായ പ്രധാനമന്ത്രി പറയുകയാണ്, അയാൾക്കെതിരായി പറയാനും ഒരാളില്ല. എല്ലാം എന്താ കാരണം? ജനങ്ങൾക്കാകമാനം 1 ബില്യൺ ജനങ്ങളെയും കറപ്റ്റ് ചെയ്യാനുള്ളതായ ഒരു വലിയൊരു ശക്തിയുണ്ട്. ഇയാളൊരു ലംഘനം മാത്രമായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് നരസിംഹറാവുവിനെയല്ല, നമുക്ക് റേഗനോമിക്സ് പറഞ്ഞതായ ആ തത്വമാണ് ഈ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കിയതും. എത്ര വേദനയുണ്ട് എനിക്ക്. ആ മാക്ഡൊണാൾഡ് വെറും കൺസ്യൂമറിസം കൊണ്ട് അവർ സോവിയറ്റ് യൂണിയനെ തകർത്ത് കളഞ്ഞില്ല, നമ്മുടെ രാജ്യത്തെയും തകർത്തു. അങ്ങനെയുള്ളതായ ഈ ഘട്ടത്തിൽ എനിക്ക് പ്രതീക്ഷയുള്ളത് ജനങ്ങളിൽ നിന്ന് ഈ കുഴപ്പത്തിൽ നിന്ന് ഒരു പുതിയ ശക്തിയെ സൃഷ്ടിക്കുവാൻ സാധിക്കും. ഒരു ഡു ഓർ ഡൈ എന്ന് പറഞ്ഞതായ ഒരു പുത്തൻ ചൈതന്യത്തെ നമുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണ്ടാകുമെന്ന്. ഇന്ന് നാളെ എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ JP എങ്ങനെ പെട്ടെന്ന് വന്നുവോ അതുപോലെ തന്നെ പെട്ടെന്ന് വരും.